സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിലെ ഇക്കുറി ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോളിങ്ങിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ അട്ടിമറിയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും കണ്ണൂരിലെ സ്ഥിതി? കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനൊരു പ്രധാന കാരണം പാർട്ടിയുടെ വളരെ സീനിയറായിട്ടുള്ള രണ്ട് ആൾക്കാർ, പ്രാദേശിക തലത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള, ജില്ലാ തലത്തിലും വളരെ പോപ്പുലറായിട്ടുള്ള സീനിയർ നേതാക്കൾ രണ്ട് പേര് അവിടെ റബലായിട്ട് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ പയ്യന്നൂരും തളിപ്പറമ്പിലും മത്സരിക്കുന്നുണ്ട്. അപ്പം അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ഈ തരത്തിൽ സീനിയർ നേതാക്കൾ, ഇപ്പോൾ തെക്കൻ ഭാഗത്ത് ആലപ്പുഴയിലെ സുധാകരനും അതുപോലെ റിവോൾട്ട് ചെയ്യപ്പെട്ടു. ഈ തരത്തിൽ തന്നെയാണ് സുധാകരനും അതുപോലെ ഒരു സീനിയർ മോസ്റ്റ് നേതാവാണ്. അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ പോലെ ശക്തമായിരുന്ന ആലപ്പുഴയിൽ ആണ് റബലായിട്ട് മത്സരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. മാത്രമല്ല മറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് എസ് രാജേന്ദ്രൻ ദേവികുളത്ത് BJP-യിൽ 3 തവണ CPM MLA ആയിരുന്നാൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. CPIയുടെ ഒരു മുൻ MLA-യും ഒരു നിലവിലുള്ള MLA-യും മത്സരിക്കുന്നുണ്ട് BJP സ്ഥാനാർത്ഥികളായിട്ട്. ആ തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ തരത്തിലുള്ള ഒരു പാർട്ടിക്കകത്ത് നിന്ന് റിവോൾട്ട് ചെയ്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഒരു കാലഘട്ടത്തിൽ അവർ ബൂർഷ പാർട്ടികൾ എന്ന് പറഞ്ഞിരുന്ന പാർട്ടികളിലേക്ക് വന്ന് മത്സരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കണ്ണൂരിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായത് കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 9 നിയോജക മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറവായിരുന്നു. ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള, ഏതാണ്ട് 60,000-ലധികം മെമ്പർഷിപ്പുള്ള ഒരു ജില്ലയാണ് അതുപോലെ കണ്ണൂർ. അതുപോലെ അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണെങ്കിലും സംസ്ഥാന തലത്തിലെ നേതാക്കളാണെങ്കിലും അവരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രദേശമാണ് ഞാൻ പറഞ്ഞ 11 മണ്ഡലങ്ങളാണെങ്കിൽ അതിൽ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ പാർട്ടി ഗ്രാമങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഈ 2026 അനുവദിക്കാത്ത പ്രദേശങ്ങളാണ്. അനുവദിക്കാത്തതെന്ന് പറയാൻ കഴിയില്ല, അവിടെ പ്രവർത്തനം ഇല്ല. അപ്പം അവിടുത്തെ ലോക്കൽ പാർട്ടിക്കാർ പറയും അത് പ്രവർത്തിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ എന്നുള്ള തരത്തിൽ. ആ തരത്തിൽ പ്രതിപക്ഷമില്ലാത്ത മേഖലകളാണ്. പല പഞ്ചായത്തുകളിലും അൺഓപ്പോസ്ഡായിട്ട് അതുകൊണ്ട് മുൻകാലങ്ങളിൽ ജയിക്കാറുണ്ടായിരുന്നു. ആ മേഖലകളിൽ പോളിംഗ് ശതമാനം എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് ശതമാനം, അതായത് 85% മുകളിൽ പോളിംഗ് നടക്കുന്ന മേഖലകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സെൻസിറ്റീവ് ബൂത്തായിട്ടും അതുപോലെ ആദ്യമായിട്ട് വെബ്കാസ്റ്റിംഗ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പൂർണ്ണമായിട്ട് വെബ്കാസ്റ്റിംഗ് നടപ്പാക്കിയ ബൂത്തുകളൊക്കെ ഈ പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, കൂത്തുപറമ്പ്, പേരാവൂർ ഈ 9 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ കേരളത്തിൽ മുഴുവൻ നമ്മൾ കണ്ടൊരു പ്രതിഭാസം എന്ന് പറയുന്നത് SIR നടപ്പാക്കിയതോടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേരുടെ പേരുകൾ നീക്കം ചെയ്യുകയും പുതിയതായി കുറച്ച് പേര് അതേപോലെ പുതിയ വോട്ടേഴ്സ് കടന്നു വരികയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം തെക്കൻ ജില്ലകളിൽ നമ്മൾ നോക്കുമ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അബ്സല്യൂട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ടാവാം. പക്ഷേ പെർസെൻറ്റേജ് വ്യത്യാസമായി. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ എലിമിനേറ്റ് ചെയ്തതുകൊണ്ട്, ഇല്ലാത്ത വോട്ടേഴ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് പെർസെൻറ്റേജ് കൂട്ടിയത്. പക്ഷേ ഈ ആൾക്കാരുടെ നമ്പറിൽ കുറവ്, ചില മണ്ഡലങ്ങളിൽ കുറവുണ്ട്. ഏതാണ്ട് 62ഓളം മണ്ഡലങ്ങളിൽ ആ സ്ഥലത്തിൽ കുറവുള്ളതുമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പോളിംഗ് ശതമാനത്തിലെ കുറവാണ്. അപ്പം മറ്റ് മണ്ഡലങ്ങളിലൊക്കെ പോളിംഗ് ശതമാനത്തിൽ, വിശേഷിച്ച് മലബാർ മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് ശതമാനം വന്നപ്പോഴത്തേക്കും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 9 മണ്ഡലങ്ങളിലും, അതിൽ ഉദാഹരണത്തിന് തളിപ്പറമ്പ് മണ്ഡലം, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചാ വിഷയമായതാണ് തളിപ്പറമ്പ് മണ്ഡലം. കാരണം പാർട്ടി സെക്രട്ടറിയുടെ തന്നെ വൈഫ് അവിടെ മത്സരിക്കുന്നുണ്ട്. അതിനെതിരായി റബലായിട്ട് പാർട്ടി സ്ഥാനാർത്ഥി കോൺഗ്രസ് പക്ഷത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട്, ശ്രീ MK ഗോവിന്ദൻ. അപ്പോൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ
9% വോട്ട് കുറഞ്ഞു, പോളിംഗ് ശതമാനം കുറഞ്ഞു. അത് കഴിഞ്ഞ തവണ 83.20 ആയിരുന്നെങ്കിൽ ഇപ്പോഴത് 81% കുറഞ്ഞു തളിപ്പറമ്പിൽ. അതുപോലെ കല്യാശ്ശേരി നമുക്കറിയാം, EK നായനാർ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ പാർട്ടിയുടെ അവിടെ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ ഭാഗത്തൊന്നും. കാരണം ആ തരത്തിൽ രാഷ്ട്രീയമായിട്ട് വളരെ ശക്തമായി ഇടപെടലുകളുള്ളൊരു മേഖലയാണ് കല്യാശ്ശേരിയിൽ. അതുപോലെ 1.45% വോട്ടാണ് കുറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാണ്. ഇപ്പം നമ്മൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം 1% കുറവാന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. നമ്മളത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കണ്ണൂരിലെ കണ്ണൂർ ജില്ലയിലെ പോളിംഗ് ശതമാനം കുറയുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുപോലെ ഇരിക്കൂർ മണ്ഡലത്തിൽ 3.62% കുറവ് വന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ തവണ 77.94 നിന്ന് 74.3% കുറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ അഴീക്കോട് മണ്ഡലത്തിൽ ഏതാണ്ട് 2% കുറഞ്ഞു അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 2021 82.82 ആയിരുന്നു കഴിഞ്ഞ തവണ. ഇപ്പോഴത് 81.44, ഏതാണ്ട് 1.38% കുറഞ്ഞു. അപ്പം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഈ പ്രതിഭാസം നമുക്ക് കാണാം. അപ്പം സാധാരണഗതിയിൽ സംസ്ഥാന 10 വർഷത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളിൻ്റെ മണ്ഡലത്തിൽ പോലും വോട്ടേഴ്സിന് ആ ഒരു എന്തൂസിയാസം കാണുന്നില്ല എന്നുള്ളത് ഒന്ന്. കൂത്തുപറമ്പ് അതുപോലെ വളരെ ശക്തമായ പാർട്ടിയുടെ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. അവിടെയും 1.66% കുറഞ്ഞു. പേരാവൂരിലും അതുപോലെ ഏതാണ്ട് 0.062 ആണ് അവിടെ കുറഞ്ഞത്. പയ്യന്നൂരും അതുപോലെ ഏതാണ്ട് 1% വോട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഒന്ന്, പാർട്ടിയുടെ തന്നെ അണികളിൽ തെരഞ്ഞെടുപ്പിനോട് അല്ലെങ്കിൽ അവർ നേരത്തെ കാണിച്ച മമത അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തുള്ള ഉൾപ്പോര് കാരണം ഒരു ആവേശക്കുറവുണ്ടായിരിക്കാം ഒരു ഭാഗത്ത്. കാരണം മറ്റ് പ്രതിപക്ഷ കക്ഷികളല്ല ഈ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ മേഖലയിലെ രാഷ്ട്രീയ മണ്ഡലത്തെ നിയന്ത്രിക്കുന്ന പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. മാത്രമല്ല അവരുടെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും ആ ഭാഗത്ത് നിന്ന് വരുന്നവരാണ്. നമ്മളിപ്പോൾ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ, സംസ്ഥാന സമിതിയിലെ പ്രധാന നേതാക്കൾ, കേരളത്തിലെ CPM-ൻ്റെ എല്ലാ പ്രമുഖ നേതാക്കളും വരുന്നത് ഈ ബെൽറ്റിൽ നിന്നാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുള്ള മണ്ഡലങ്ങളിലാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത്. മറ്റ് ഒരു ജില്ലയിലും ഈ തരത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പോലും പോളിംഗ് ശതമാനം ഉയരുകയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരു ഇല്ലാത്ത വോട്ടർമാർ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെയൊക്കെ പേര് നീക്കം ചെയ്തത് കൊണ്ട് പോളിംഗ് ശതമാനവും ഉയർന്നു. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ആ തരത്തിലുള്ള അഡ്വാൻറ്റേജ് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഒരു അന്വേഷണത്തിൽ, കാരണം ഞാൻ ഈ ഭാഗത്ത് കണ്ണൂർ ജില്ലയുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന നമ്മൾ തൃക്കരിപ്പൂർ മണ്ഡലം ഉൾപ്പെടെ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ആ മേഖലയിൽ 3-4 ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്, ഒബ്സർവറായിട്ടും മറ്റുമൊക്കെ. ആ കാലഘട്ടത്തിൽ നമുക്ക് അവിടുത്തെ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യം ഏതൊരാളിനും ഫീൽ ചെയ്യുന്നതാണ് ഈ കണ്ണൂർ, കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളിൽ. അപ്പം ഇവിടെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, അപ്പം എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, വോട്ട് SIR-ലൂടെ ഒരുപാട് പേര് നീക്കം ചെയ്യപ്പെട്ടു. ആ നീക്കം ചെയ്ത വോട്ടുകളിൽ മരണപ്പെട്ടവരും അതുപോലെ നാട്ടിലില്ലാത്തവരും സ്ഥിരമായി മറ്റു ഭാഗങ്ങളെ കുടിയേറിയവരും ഉൾപ്പെടെയുള്ള പേരുകൾ നീക്കം ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ സാധാരണഗതിയിൽ കള്ളവോട്ട് ചെയ്തിരുന്നവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ വരുമ്പോഴും അത് ഭീകരമായ ആണ്. ഇത്രയും വോട്ടുകൾ കള്ളവോട്ട് നടന്നിരുന്നു എന്നുള്ള ഒരു നിഗമനവും ഇതിന് ബദലായിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, പാർട്ടിയുടെ അംഗങ്ങളുടെ താല്പര്യക്കുറവ്. മറ്റൊന്ന്, അല്ലെങ്കിൽ പാർട്ടി പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉണ്ടായിരുന്നവർ, അത് അവരെ സ്ഥലത്തില്ലാത്തവരും മരണപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ അവരുടെ വോട്ടുകൾ ഇത്തവണ ചെയ്യാൻ കഴിയാതെ വന്നതുണ്ടാവും. ഇത് രണ്ടിൽ ഏതാണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി അകത്തിറങ്ങി പഠിക്കേണ്ടി വരും. കാരണം ഈ കണ്ണൂർ പോലെയുള്ള മേഖലയിൽ സാധാരണഗതിയിൽ ഒരു പാർട്ടി അംഗത്തിന് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വോട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത് പറഞ്ഞ വാദത്തിനായിരിക്കും അവിടെ ശരിയാകുക. കാരണം ഇവർ ഈ കള്ള വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുകയും പരമ്പരാഗതമായി ചെയ്തിരുന്ന വോട്ടുകൾക്ക് അവർക്ക് ചെയ്യാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ധർമ്മടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി കൂടുതൽ സമയം ചെലവഴിച്ചിട്ടും അവിടെ പോളിംഗ് ശതമാനം ഉയർന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കേരളത്തിൽ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ
ഇടതുപക്ഷത്തിൻ്റെ കനലൊരു തരി എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ച കേരളത്തിൽ അവരേറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴും നമുക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ശരിയായ പശ്ചാത്തലം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും.